ഹായ് ഹലോ, നമ്മൾ ഇന്ന് മീൻ പിടിക്കാൻ പോകാൻ കേട്ടോ. അപ്പോൾ കുറേ ദിവസം കൂടി മീൻ വാങ്ങിക്കുന്ന സന്തോഷത്തിലാണ് ഞങ്ങൾ നേരെ കല്ലുവാകലേക്ക് പോയി. ഞങ്ങൾ മീൻ സാധാരണ വാങ്ങുന്ന കടകളൊന്നും തുറന്നിട്ടില്ല. അപ്പോൾ പിന്നെ മാർക്കറ്റിൽ പോയി വാങ്ങിക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ പൈസ എടുക്കാൻ ATM കയറിയപ്പോഴത്തേനും എപ്പോൾ കൂടെ വന്നാലും പൈസ എടുക്കാൻ നേരത്തെ ഞാൻ പൈസ എടുത്തോളാം എന്ന് പറഞ്ഞ് മുന്നിൽ നിൽക്കും കേട്ടോ ബാല. അങ്ങനെ അവൾ നിന്ന് ATM നിന്ന് പൈസയൊക്കെ എടുത്ത് നേരെ അങ്ങ് ചന്തയിൽ പോയി ചോപ്പൻകോര മീനും അയല മീനും ഒക്കെ വാങ്ങി. ബാലമുളയും കൊണ്ട് ചന്തയിൽ പോകുന്ന റയറാണ് കേട്ടോ. അപ്പോൾ ചന്ത ചെന്നപ്പോൾ അവിടുത്തെ നാറ്റം ഒന്നും നോക്കി പിടിക്കുന്നില്ലായിരുന്നു. പിന്നെ ഞാൻ കുറച്ച് വെജിറ്റബിൾസൊക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് നേരെ ബേക്കറി കയറി കുറച്ച് സ്നാക്ക് ഐറ്റംസൊക്കെ വാങ്ങി അവിടുന്ന് നേരെ ഇറങ്ങി. പിന്നെ എനിക്ക് കടയിൽ കയറി വേറെ കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങാനുണ്ടായിരുന്നു. ആ സമയം ബാലുവിനെയും മഞ്ഞയും കൂടെ ഞാൻ സൈഡിൽ നിർത്തിയിരുന്നു. അവർ നേരെ വണ്ടിയുടെ അടുത്ത് പോയി. അവിടെ പിന്നെ ഓടിക്കളിയായി കുഞ്ഞിപ്പുഴി തുള്ളിക്കളിക്കൊക്കെ ആയിരുന്നു. വണ്ടിയിൽ കയറി യാത്ര ചെയ്യാൻ പുള്ളിക്കാരിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അച്ഛനോടൊപ്പം വണ്ടിയുടെ ഫ്രണ്ടിലിരുന്ന് പറന്നങ്ങ് പോകുന്ന ഭയങ്കര ഇഷ്ടമായിരുന്നു. പിന്നെ ഞാൻ അങ്ങനെ കൊണ്ട് നടക്കാത്തതുകൊണ്ട് റയറസ്റ്റായിട്ട് എങ്ങോട്ടെങ്കിലുമൊക്കെ മഞ്ഞയും കൂട്ടി ഇറങ്ങുമ്പോഴത്തേക്ക് ഇവളെയും കൂട്ടും. അങ്ങനെ വീട്ടിൽ വന്ന് മീനെല്ലാം വെള്ളത്തിലിട്ട് പെട്ടെന്ന് കറി വെക്കാമെന്ന് വിചാരിച്ചു. കാരണം നേരം കുറച്ച് ലേറ്റായി. ഞങ്ങൾ മീൻ വാങ്ങിയിട്ട് വന്നപ്പോൾ തന്നെ 12:30 ആയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞാൻ 2 മീനും അങ്ങ് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ബാക്കി നാളത്തേക്ക് എടുക്കാമെന്ന് വിചാരിച്ചു. ഇന്നത്തേന് അയല കറി വെക്കാമെന്ന് വിചാരിച്ചു. മീൻ കുറച്ചൊന്ന് കേടായി തുടങ്ങി തോന്നുന്നു കേട്ടോ. നമ്മൾ സാധാരണ ഫിഷ് സ്റ്റോളിൽ നിന്ന് വാങ്ങുന്ന അത്രയും ഫ്രഷ്നസ് ഈ മീനിൽ ഇല്ലായിരുന്നു. അങ്ങനെ എളുപ്പത്തിൽ തട്ടിക്കൂട്ടാൻ പറ്റുന്നൊരു മീൻ കറിയാണ് കേട്ടോ ഞാൻ ഇന്ന് വെക്കുന്നത്. കാരണം എണ്ണ ഒഴിച്ച് സവാളയും തക്കാളിയും നമ്മുടെ മഞ്ഞപ്പൊടി ഉപ്പും കൂടെ ഇട്ട് നന്നായിട്ടൊന്ന് ഇളക്കി എടുത്ത് വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റും കൂടി ഇട്ടതിന് ശേഷം പൊടി ഐറ്റംസ് എല്ലാം കൂടി ഇട്ട് നന്നായിട്ട് അങ്ങ് മൂപ്പിച്ചെടുത്ത് ആ പച്ചമണം എല്ലാം മാറിക്കഴിയും മിക്സിയുടെ ജാറിലിട്ട് അരച്ചെടുക്കണം. ഇത് നമുക്ക് പെട്ടെന്ന് ചെയ്യുകയും ചെയ്യാം. അതുപോലെ തന്നെ കുറുകിയ ഗ്രേവി കിട്ടുകയും ചെയ്യും. തേങ്ങയും വേണ്ട, എന്നാൽ പുളിമുളകും മാത്രമല്ല. അപ്പോഴത്തേന് ജാനുമോൾ ട്യൂഷൻ കഴിഞ്ഞൊന്ന് വിശക്കെന്ന് പറഞ്ഞ് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് അപ്പവും കറിയും കൂടെ കഴിക്കുന്നുണ്ടായിരുന്നു. വീണ്ടും എടുത്ത് കഴിച്ചോളൂ. ഇത്ര നാൾ പൂച്ചയായിരുന്നു മീൻ കണ്ടിക്കാൻ വരുന്നത്. ഇപ്പോൾ പട്ടിയായിട്ട് എല്ലാം തോലുമായിട്ടുള്ള പട്ടിശല്യം കാരണം ഒരു നിവൃത്തിയില്ല. ചക്കപ്പഴം വരെ തിന്നുന്ന പട്ടി ഇപ്പോൾ എന്തെങ്കിലും കിട്ടാൻ എന്ന് പറഞ്ഞ് ഓടി നടക്കുവാണ്. അങ്ങനെ എൻ്റെ മീൻകറി എല്ലാം റെഡിയായി. നല്ല തിക്ക് ഗ്രേവിയൊക്കെ റെഡി ആയിരുന്നു. ഇനി ഇതൊന്ന് തിളച്ച് വറ്റി വരുമ്പോഴത്തേക്ക് മീൻകറി റെഡിയാവും. എല്ലാവർക്കും ഇവിടെ വിശപ്പിൻ്റെ വിളിയായി. കാരണം സമയം 2 മണിയാവാറായി. മീൻകറിയൊക്കെ റെഡിയായപ്പോഴത്തേനും പിന്നെ ഞാനും പോയി ചോറ് ഇടണം. നല്ല കിടിലൻ മീൻകറിയും ചക്കയും മെഴുക്കുരട്ടിയും മാങ്ങ അച്ചാറും കൂട്ടി ഒരു പിടി അങ്ങ് പിടിച്ചു കേട്ടോ. അപ്പോൾ എല്ലാവരും ഈ മീൻകറി ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. അത്രയേ ഉള്ളൂ. നമ്മുടെ വീഡിയോസ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോ കാണാം. ടാറ്റാ, ബൈ ബൈ.